വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ഈ വിഷയത്തിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോതമംഗലത്ത് നെല്ലിക്കുഴിയിൽ ടി.എച്ച്. മുസ്തഫ ചരമവാർഷിക പരിപാടിക്കെത്തിയ പ്രതിപക്ഷ നേതാവ് കെ.സി.വി. ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു. സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ അല്ല, സംസ്ഥാനത്തുടനീളം കോതമംഗലം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശത്തും രൂക്ഷമായ വന്യമൃഗ ആക്രമണമാണ്. ഇത് ചെയ്യാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. ഇതിനാവശ്യമായ പണം ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ നിയമസഭയിൽ പല പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വനമന്ത്രി ആയതുകൊണ്ടാണ് കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നതെന്നാണ് വനമന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ UDF വലിയൊരു സമരം ആരംഭിക്കുകയാണ്. അതായത് നിർദ്ദിഷ്ട വന നിയമ ഭേദഗതി ബില്ലിനെതിരെ, അതുപോലെ ഈ വന്യജീവി ആക്രമണം, ബഫർ സോൺ വിഷയം, കാർഷിക മേഖലയിലെ തകർച്ച, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മലയോര സമരയാത്ര UDF ആരംഭിക്കുകയാണ്. 27-ാം തീയതി മുതൽ ഫെബ്രുവരി 5-ാം തീയതി വരെ കണ്ണൂരിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിച്ച് 31-ാം തീയതി കോതമംഗലത്ത് ആ ജാഥ വരുന്നുണ്ട്. ആ ജാഥ UDF നേതാക്കളായ ഞങ്ങളാണ് നയിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ ജാഥ നടത്താതെ ഒരു പ്രദേശത്തെ ഒരു ഭാഗത്തെ മുഴുവൻ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരജാഥ നടത്തുന്നത്. അതൊരു തുടക്കമാണ്. ഈ വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. സർക്കാരിൻ്റെ ഈ ഒരു നിസ്സംഗതയെ കൂടി ഞങ്ങൾ ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇരു സർക്കാരുകളും ഇക്കാര്യത്തിൽ ഇടപെട്ട് പരിഹാരങ്ങൾ ഉണ്ടാക്കണം. വൈൽഡ് ലൈഫ് ആക്റ്റിൽ വരെ ഭേദഗതി ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. പുതിയ നിയമത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുക.